അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മൾ വീണ്ടും ബീട്രൂട്ട് നമ്മൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബീട്രൂട്ടിൻ്റെ അച്ചാർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ബീട്രൂട്ടിന്റെ അച്ചാർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു കൽച്ചട്ടി എടുത്തിട്ടുണ്ട്. കൽച്ചട്ടിയിൽ നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തില് നമ്മുടെ വാളംപുളി അത് കലക്കി വെള്ളം നമ്മൾ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾ നല്ലതായിട്ട് കലക്കി നമ്മൾ അരിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടിക്കകത്ത് വേണം ഇനി നമ്മുടെ സാധനങ്ങളെല്ലാം കൂട്ടാനായിട്ട്. അതെ, അപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയും കടുകും നമ്മൾ ഏത് പരിപാടി ചെയ്താലും ആദ്യത്തെ നമ്മുടെ പരിപാടി ഒരു പടക്കം പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ, ഒരു ആരംഭമുള്ളൂ. അപ്പൊ നമ്മള് ഉലുവ മുഴുവൻ ഉലുവയായിട്ട് തന്നെ എടുക്കുന്നത്, ഉലുവ പൊടിയല്ല. അത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുകിന് ചേർത്ത് കൊടുക്കാം. പൊട്ടി റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് വേണം നമ്മുടെ ബാക്കി നമ്മുടെ പരിപാടികൾ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്നുണ്ടല്ലോ കുഞ്ഞു കടുകുകളാണ്. ചില സമയത്ത് നമുക്ക് കുഞ്ഞു കടുകൾ കിട്ടും, ചില സമയത്ത് വലിയ കടുകൾ കിട്ടും. അപ്പൊ അത് തന്നെ ഫുട്ബോളിന്റെ വലിപ്പമുള്ള കടുകൾ കിട്ടും. അപ്പൊ ഇന്ന് എന്തായാലും കിട്ടിയത് കുഞ്ഞു കടുകളാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വറ്റൽമുളക് സാധാരണ നമ്മുടെ ചെയ്യാറുള്ള പോലെ വറ്റൽമുളക് നമ്മുടെ 2-3 പീസായിട്ടൊക്കെ കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യാം. അത് പൊട്ടത്തുമില്ല. ഇപ്പൊ തീ ഒന്ന് ഇപ്പൊ ഇച്ചിരി കുറച്ച് വെച്ചേക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് എടുത്താൽ നമ്മുടെ ഇഞ്ചി നമ്മുടെ ഇപ്പം കടുകും പൊട്ടിയിട്ടുണ്ട്, ഉലുവയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മുളകും എല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതെ, ഇഞ്ചി നമ്മള് 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമ്മൾ വളരെ സാവധാനമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ സൂക്ഷിക്കണം, വെള്ളമയമുള്ള സാധനം നമ്മൾ നല്ല തിളച്ച എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ പറയാറുള്ള സാധനമാണ്. ഞാനതിന്റെ മുഖത്ത് തെറിച്ചു നമ്മൾ ദേഹത്ത് വീഴാൻ ശ്രദ്ധിച്ചാണ് സംഭവം. അത് റെഡി ആയിട്ടുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുത്ത സാധനം ഇടാം. തീ വളരെ കുറച്ചിട്ടേക്കുന്നത്. ഇത് നമ്മുടെ പച്ചമുളകാണ്. പച്ചമുളക് ഇടുമ്പോഴും വളരെ സൂക്ഷിച്ചോണം, ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്മുടെ അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാവേ. നമ്മൾ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ ചെറിയ പീസുകളാക്കി വേണമെങ്കിൽ ഇടാവേ. ഇച്ചിരി വലുപ്പമുള്ള വെളുത്തുള്ളി ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞു അല്ലികളാക്കിയിടാം. അപ്പൊ നമുക്ക് കഴിക്കുമ്പോ ഒരു നമ്മൾ കറിവേപ്പില ഏറ്റവും അവസാനം ഇടുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ പുളിവെള്ളം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പുളിവെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണം അച്ചാറിന്റെ ഭാഗം നോക്കാനായിട്ട്. ഇനിയും ആ പുളിവെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ഇട്ട് എടുത്തില്ല, അതിലേക്കാണ് നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. കാര്യം നമ്മൾ സാധാരണ അച്ചാറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പുളിയില്ലാത്ത സാധനങ്ങൾ നമ്മൾ അച്ചാർ ഇടുമ്പോഴത്തേക്ക് വിനാഗിരിയാണ്. ഇത് വളരെ നാച്ചുറലായിട്ട് നമ്മളിതിനകത്ത് യാതൊരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല. ഇതിനകത്ത് ആകെ ഇതെന്ന് പറയാനായിട്ട് എണ്ണ മാത്രമേ ഉള്ളൂ നമ്മുടെ. അപ്പൊ അത് എണ്ണയില്ലാതെ നമുക്ക് എന്തായാലും അച്ചാർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇതിനകത്തുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഒന്ന് അടച്ചു വെച്ചേക്കാം. അതൊന്ന് ആവി കയറണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവേ. അപ്പൊ ഉണ്ടല്ലോ ഈ എണ്ണ ഇപ്പൊ നന്നായിട്ട് തിളച്ചിടക്കല്ലേ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ എണ്ണ ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മളൊരു 2-3 തണ്ട് കറിവേപ്പില അത്ര മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ചെറുതായിട്ട് തിളക്കി കൊടുക്കുക. ഇനി നമ്മുടെ പൊടി ഐറ്റം ചേർത്ത് കൊടുക്കാം.
നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നമുക്ക് എരിവും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് അര ടീസ്പൂണ് നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടി ചേർക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എരിവും കിട്ടും, നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. കൊഴുപ്പ് കിട്ടാനാണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്. മഞ്ഞപ്പൊടി ചേർത്തത് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഓൾറെഡി നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഉണ്ടല്ലോ പെട്ടെന്ന് മാറിക്കും. അതന്നെ നമുക്ക് എരി മതിയൊന്നും നോക്കണമല്ലോ. നമുക്കൊരു 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി നമ്മുടെ ഈ പ്രാവശ്യം കിട്ടിയ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ തീരെ എരി കുറവാണ്. അപ്പൊ അതാണ് നമ്മളൊരു സംശയത്തിന്റെ പുറത്ത് രണ്ടാമത്തെ ചേർത്ത് ഈ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് വേണം ഇത് ഇങ്ങോട്ട് ചേർക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്ന് റെഡിയായി കിട്ടണം. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള നമ്മുടെ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് സ്റ്റൗ ഒന്നും കൂടെ ഒന്ന് കത്തിച്ചായിരുന്നു. അപ്പൊ ഇനി അത് ചെയ്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ അകത്തോട്ട് നമ്മുടെ ഗ്രേവി അങ്ങ് ചേർത്തു. നമ്മളിപ്പം ഈ ബീട്രൂട്ടിന്റെ സ്റ്റൗ നിർത്തി എന്നാന്ന് വെച്ചാല് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൽച്ചട്ടിയല്ലേ. കൽച്ചട്ടി ആകുമ്പോ നല്ല ചൂടായിട്ടാണ്. അപ്പൊ നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല ചൂടാണ്, ശ്രദ്ധിച്ചോ. നമുക്കിതിലേക്ക് അങ്ങ് ഇതിപ്പോ ഉണ്ടല്ലോ 2 സാധനം നല്ല ചൂടായതുകൊണ്ടാണ് നമുക്ക് അധികം ഒച്ചയും ബഹളമൊന്നും കേൾക്കാത്ത. ബീട്രൂട്ട് തണുത്തായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല സൗണ്ട് കേട്ടോ. അത് തന്നെ ഇവിടെ പൊട്ടിത്തെറികൾ നടന്നു. ഇതിപ്പോ രണ്ടുപേരും നല്ല നല്ല ചൂടായിട്ട് നിൽക്കുക. അപ്പൊ അത് തന്നെ ഇവിടെ ഒരു കറിവേപ്പിലോട്ടിരിക്കുന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തില് നമുക്ക് ചേർക്കാൻ വേറൊരു സാധനം കൂടെ ഉണ്ട്. നമ്മുടെ കായപ്പൊടിയുണ്ട്. നമുക്കൊരു 1 ടീസ്പൂൺ കായപ്പൊടിയാണ് നമ്മുടെ അച്ചാറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അധികം നമ്മൾ എണ്ണയില്ല. നമ്മളിവിടെ അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ എണ്ണ ചേർത്തില്ല എന്ന് വെച്ച് ഇത് ചീത്തയാകത്തൊന്നുമില്ല കേട്ടോ. ഇത് ഇരുന്നോളും. നമ്മള് ഇനി അങ്ങനെ ചീത്തയാകുന്ന ഒരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ സംഭവം അന്യ ടേസ്റ്റ് ആണ് സാധനം. ടേസ്റ്റുമാണ്. ഇതിന്റെ നമ്മൾ വിനാഗിരി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ പിന്നെ ഉപ്പൊന്ന് നോക്കണമല്ലോ. ഉപ്പ് എരിയൊക്കെ നോക്ക്. നല്ല ചൂടാണ്. ഉപ്പുണ്ട്, പക്ഷെ ഒരിച്ചോടിട്ടാന്നുണ്ടായിരിക്കും. കാര്യം നമ്മള് അധികം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തില്ലായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഗ്രേവിയും ഇത് നമ്മൾ 2ആയിട്ടല്ലേ ചെയ്തത്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് അല്ല ഇച്ചോടിട്ട് ഇതിന്റെ അകത്ത് നന്നായിട്ടേ ബീട്രൂട്ടിന്റെ അകത്തൊക്കെ ഉപ്പും എരിയും എല്ലാം ഒന്ന് പിടിക്കണം. ഇട്ട ഉടനെ നമുക്ക് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്കിത് ഒരു ദിവസം ഇരുന്നാലേ അതിന്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റും അതിന്റെ ഉപ്പും പുളി 2-3 ദിവസം ഇരിക്കുന്നതോറും ഉണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റ് കൂടി വരും. അതിന് പുളി മറ്റേ നമ്മൾ മാങ്ങാച്ചാർ ഇടുമ്പോഴത്തേക്ക് പുളി കൂടും. അങ്ങനത്തെ പേടി അങ്ങനെയുള്ള സംഭവം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഒരു പീസ് ഞാനവിടെ നോക്കിയോട്ടെ. ഒരു പീസ് നല്ല ചൂടാണ്. ചൂടുണ്ടോ? കറക്റ്റ് ആയിട്ടുണ്ട്. ആ പുളിയാണ് അതിനകത്ത് നമ്മുടെ മറ്റേ വിനാഗിരി ചേർക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു പുളിയാണ്. അതെ, വിനാഗിരി ചേർക്കുമ്പോഴുള്ള പുളിയല്ല ഇത്. ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നാടൻ ടച്ചും കൂടെ വരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ബീട്രൂട്ട് മേടിച്ചിട്ട്, ബീട്രൂട്ടൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സാധനമാണല്ലോ. ഇതുപോലെ വിനാഗിരി ചേർക്കാതെ നമ്മുടെ വാളംപുളി വെച്ചിട്ട് ഇതുപോലെ ഒരു അച്ചാറൊന്ന് റെഡിയാക്കി വയ്ക്കും. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ മറ്റേ നമ്മുടെ വെളുത്തുള്ളിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നമ്മളൊരു വലിയ ബീട്രൂട്ട് മാത്രമേ എടുത്തുള്ളൂ. കൂടുതൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ എന്താ പറയുന്നത് ഒരു പൊലിമ കൂട്ടാം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, അതിന്റെ എന്താ പറയുന്ന അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അതായത് നമ്മുടെ വിനാഗിരി ഇല്ലാതെ നമ്മൾ വാളം പുളിക്കകത്ത് തയ്യാറാക്കിയ ഈ സാധനത്തിന്റെ അഭിപ്രായം ഒന്ന് പറയുക. പിന്നെ എന്തായാലും
എല്ലാം ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടും കാര്യം ഉറപ്പായിട്ടും. നമ്മള് ചെയ്ത് നോക്കി വിജയിച്ച ഒരു സാധനമാണിത്. അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്ത് നോക്കിയാൽ ധൈര്യമായിട്ട് ചെയ്ത് നോക്കിയ ഒരു പ്രശ്നമില്ല, ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മളെപ്പോഴും പറയുന്നതല്ല തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ല് അതൊന്ന് ഓൺ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് മൊബൈലിലൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ അഭിപ്രായവും നിർദ്ദേശവും എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തോ. പിന്നെ നമുക്കിതൊന്നും അറിയാൻ മേലാത്ത നമ്മുടെയൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വ്യത്യസ്തമായൊരു വേറൊരു രുചിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.